എങ്ങോട്ട് തിരിഞ്ഞാലും ഒരേപോലുള്ള മരങ്ങളാ ഉള്ളത്. ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് വഴിക്ക് വന്ന് അതുവഴി പോകാമായിരുന്നു. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം വരുമ്പോ നമ്മൾ ശാന്തമായിരിക്കണമെന്ന്. ധൈര്യമായിട്ടിരിക്കൂ. നമ്മൾ താഴോട്ട് വന്നപ്പോ സൂര്യൻ എവിടെയായിരുന്നു? ഈസ്റ്റില്. നമ്മൾ ഇനി ഈസ്റ്റ് ഡയറക്ഷൻ ഫോളോ ചെയ്താൽ മതി. രുദ്ര, നിന്റെ ലോജിക് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈസ്റ്റ് ഡയറക്ഷൻ എവിടെയാ ഉള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാ സ്ഥലവും ഒരേപോലെ ആയിരിക്കും. ചെല്ല്, ഈസ്റ്റ് എവിടെയാണെന്ന് തെരഞ്ഞ് കണ്ടുപിടിക്കേ. വോൾക്കാനോ, സൂര്യൻ തന്നെയാണ്. നിനക്ക് അതിന്റെ വെളിച്ചം തടഞ്ഞു നിർത്താനാവില്ല. സൺഫ്ലവർ ക്രിയേറ്റോ. ഇത് പകൽ സമയമാണ്. പകൽ സമയം സൺഫ്ലവറിന്റെ പെറ്റൽസ് സൂര്യനെ നോക്കിയായിരിക്കും ഇരിക്കുന്നത്. രുദ്രയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. നിന്നോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് രുദ്ര. പ്ലീസ് 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 ഒരു പ്രാവശ്യം നീ നിന്റെ ഡയലോഗ് ഒന്ന് പറ. സപ്പോള, അതെന്ത് ഡയലോഗാ അത്? രുദ്രയുടെ പ്രായത്തിനെയും അതുപോലെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അതെ അതെ, ഇതാണ് ആ ഡയലോഗ്. എന്താ നീ ആ ഡയലോഗ് പറയില്ലേ? ഒന്ന് പറയുന്നേ. ഒന്ന് പറ. പറയുന്നേ. പറ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്രയോ? നീയോ? അപ്പോ ഇവിടെയുള്ളത്? ഷക്കാൽ, അത് ഞാനല്ല, എന്റെ ഇമേജ് ആണ്. മുത്തശ്ശനെ കണ്ടെത്താൻ ഞാൻ യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണത്. ഞാൻ വോൾക്കനയുടെ അകത്തേക്ക് ചെന്നപ്പോൾ അങ്ങനെ അവസാനം ഞാൻ മുത്തശ്ശനെ തേടി കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ നീയാണെന്നൊരു വിചാരമുണ്ടല്ലേ? രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഷക്കാൽ, ഇനി ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല. രുദ്ര, വേഗം ചെന്ന് അവനെ പിടിക്കുക. അവന്റെ കഥ അങ്ങ് കഴിക്കുക. എന്താടാ വായി നോക്കി നിൽക്കുന്നത്? അവനെ ചെന്ന് പിടിക്ക. ചെന്ന് അവനെ പിടിച്ച് കെട്ട. മുത്തശ്ശ, നിങ്ങൾ രുദ്രയെ വിശ്വസിക്ക. ഞാൻ നിങ്ങളെ രക്ഷിക്കും. രുദ്ര, നീ കുടുങ്ങിപ്പോയിട്ടും നിന്റെ ധിക്കാരം മടങ്ങിയിട്ടില്ല അല്ലേ? അവൻ ശരിക്കും ഒരു അധിക പ്രസംഗി തന്നെയാണ്. ആ അപ്പൂപ്പനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു ഒരുത്തൻ. നീയാണോ നിന്റെ അപ്പൂപ്പനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത്? ഇപ്പൊ കാണാം. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ട് ഓടിക്കോ. Huh.
രുദ്ര, ശരിക്കും നീ ഒരു ധീരൻ തന്നെയാണ്. നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. നീ എന്റെ കൊച്ചുമോൻ തന്നെയാണ്.